ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിതാ നേരെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്, രാവിലത്തെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ അമ്പാടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അതുകൊണ്ട് തന്നെ അവനത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തിയിട്ടുണ്ട്. ഞാനിതാ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ ആ ഒരു തട്ടും കാര്യങ്ങളും എടുത്ത് വാഷ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസങ്ങളായിട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. പിന്നെ എൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം ഞാനങ്ങനെ അവിടെ വെച്ചായിരുന്നു. അമ്പാടിക്കാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ പനിയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ മുതലേ അവനൊരു എന്തൊക്കെയോ ഒരു പ്രയാസം പോലെയൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല എന്ന് പറഞ്ഞാൽ മൈൻഡൊക്കെ മാറ്റാനായിട്ട് ഞാൻ അവൻ്റെ ബുക്കും അതേപോലെ ടോയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും അവനൊന്ന് റെഡി ആവുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലീൻ്റെ ആ തട്ടിലേക്ക് ഇങ്ങനെ എണ്ണ ഒക്കെ തൂത്ത് കൊടുത്തതിന് ശേഷം അതിൽ നമ്മളിങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്, ഉപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. മിക്കപ്പോഴും ഉഴുന്നിൻ്റെ ദോശയാണ് മാവ് അരച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാറ്. വല്ലപ്പോഴാണ് ഇതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യം എപ്പോഴും ഇതേപോലെ ഞാൻ വലിയ തട്ടങ്ങ ആദ്യം എടുത്ത് വെക്കും, എന്നിട്ട് രണ്ടാമത് മാറ്റി ചെറുത് വെച്ച് പിന്നെ വലിയ തട്ടങ്ങ വയ്ക്കും കേട്ടോ. എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്, അതെന്താണെന്നറിയില്ല, എന്നോട് അങ്ങനെ വെച്ചു കേട്ടോ. അങ്ങനെ ഇഡ്ഡലി അവിടെ നിന്ന് സെറ്റായിക്കോട്ടെ. ആ ഒരു സമയം കണ്ട് ഞാൻ വെച്ചു അമ്പാടിക്ക് സ്പീക്കറുമായിട്ട് മൊബൈൽ കണക്ട് ചെയ്തിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ ആസ്വദിച്ച് കേട്ടോളും, കുറച്ച് സമയം അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് വെച്ചിട്ടും യാതൊരു കൂസലും അമ്പാടിക്ക് കണ്ടില്ല, പിന്നെയും ചിരിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു സാമ്പാർ ഉണ്ടാക്കാം, അതിൻ്റെ പീസൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യാം ആ ഒരു സമയം കൊണ്ട്, എന്നിട്ട് പിന്നെ അവന് നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അച്ചേട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല, ജിമ്മിലങ്ങാണ്ട് പോയിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ അവനെ എടുക്കുകയും ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്കുള്ള ചില ദിവസങ്ങൾ ഇങ്ങനെയും ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞിന് സുഖമില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചിരിങ്ങിക്കോടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ സാമ്പാറിൻ്റെ പീസൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അമ്പാടി എടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എടുത്തിട്ടാണെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു ഇതൊക്കെ പെട്ടെന്ന് ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്ക് അമ്പാടീനെ എടുക്കാം, അല്ലെ മൈൻഡ് മാറ്റാം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ സാമ്പാറിൻ്റെ പീസസൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ചായൻ്റെയും ചോറിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ തുടങ്ങാമെന്നും കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ചോറിനൊപ്പം ഒക്കെ പോവും. പിന്നെ നൈറ്റ് പ്രത്യേകിച്ച് കറി ഉണ്ടാക്കണ്ട, ഏതായാലും സാമ്പാർ ഉണ്ടെങ്കിൽ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ കുക്കറിലേക്ക് തട്ടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഇടയ്ക്ക് സാമ്പാർ പൊടി ചേർക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് പിന്നെ പുളിവെള്ളം പിഴിഞ്ഞ് കൊടുക്കുകയാണ്. കുറച്ച് സമയം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഓർത്തത് മെയിൻ താരമായിട്ടുള്ള നമ്മുടെ പരിപ്പ് അത് കഴുകിയിട്ട് ഇട്ടില്ല എന്നുള്ളത്. അങ്ങനെ അതും കഴുകി വേഗം ചേർത്തു, അതിലേക്ക് ഉപ്പും ചേർത്തു, നേരെ ഗ്യാസിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. ഇഡ്ഡലി തട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് ഇഡ്ഡലി സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇഡ്ഡലിയൊക്കെ ഒന്ന് എടുത്ത് വെളിയിലേക്ക് വെച്ചു അതിൻ്റെ തട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറി വരണം. അപ്പോഴത്തേക്ക് കുക്കർ ഞാനെടുത്ത് ഗ്യാസിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ അവിടെ നിന്ന് സെറ്റാവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ വെച്ചു മുറ്റത്തേക്ക് ഇറങ്ങാം, ചെടിയൊക്കെ നനക്കാം. പിന്നെ അമ്പാടീൻ്റെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്, അവന് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ചെടിക്ക് നനച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അമ്പാടി ഇങ്ങനെ ചിരിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് പനിയുടെ ആ ഒരു ലക്ഷണം കൊണ്ടൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൻ്റെ പീസൊക്കെ കുക്കറിലേക്ക് ഇട്ട് അടച്ച് വെച്ച് ഗ്യാസിലേക്ക് വെച്ച് ഞാൻ പോകുന്നതാണ് കേട്ടോ. കാരണം ഒന്നാമത് മുറ്റടിക്കണം, പിന്നെ അമ്പാടി ചെടി നനച്ചോളും, പിന്നെ അവൻ്റെ ആ ഒരു മൂഡ് സ്വിങ്സും മാറിക്കോളും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിങ്ങി കളിക്കുവാണ് കേട്ടോ. പനീൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ചെറുതായിട്ട് മൂക്കൊലിപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ചില ചെടികളൊക്കെ നനച്ച് തന്നെ പിന്നെയും നനച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടി കെട്ടുപോകും. എന്ത് വാവേ നനക്ക് അതിനല്ലോ ചെടി നനക്കുവാണ്. ഇപ്പം മുറ്റം തുക്കാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഒരു സൺറൈസാണ് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖം തിളങ്ങുന്നുണ്ടോ? നനക്ക് വാവേ ഇനി ആരെ നോക്കുന്നേ? നമ്മുടെ മുറ്റം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടോ. കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവും. നമ്മുടെ വാട്ടർ പമ്പില്ലേ അത് വെച്ച് ക്ലീൻ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ പെയിൻറ്റ് ഇളകിപ്പോയി. ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ മേലെ പെയിൻറ്റ് അടിക്കുന്നതാണല്ലോ. അപ്പോൾ
മഞ്ഞയും ചുവപ്പുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ കളറാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അല്ലാണ്ട് എന്താ പറയുക, ചെളി ഇളകി പോയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒറിജിനാലിറ്റി വരുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ മുറ്റം തൂക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ വിസിലൊക്കെ വന്നതിന് ശേഷം അതൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ മുറ്റം ക്ലീൻ ചെയ്യുന്ന സമയത്തെ നമ്മൾ എന്താ പറയുക, ഒരു ശനിയാഴ്ചയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 12 കാലാകുന്നപ്പോഴത്തേക്കാണ് വാട്ടർ പമ്പ് കൊണ്ടുവന്ന് 600 രൂപയും കൊടുത്ത് വടകയിൽ നിന്ന് എടുത്താണ് കേട്ടോ. എന്നിട്ട് അന്ന് വൈകുന്നേരം 6:30 ആകുന്നപ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വിളിച്ച പിന്നെ നമുക്ക് അത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞേ പിന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ പിറ്റേ ദിവസം സൺഡേ രാവിലെ 8:30 ആകുന്നപ്പോഴത്തേക്ക് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അന്ന് ഉച്ച മുതൽ രാത്രി 9:30 വരെ നമ്മൾ മുറ്റം ക്ലീനിങ് ആയിരുന്നു. മുറ്റം ക്ലീൻ ചെയ്തു. നമ്മളെ പേഷ്യൻസിൻ്റെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ, ടോയ്ലറ്റ്. അപ്പോൾ അതും വാട്ടർ പമ്പ് വെച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ സമയമില്ല, പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്യണം. അത്രയും ടയേർഡായിരുന്നു, കാരണം അത്രയും സമയം അതിന് വേണ്ടി ചിലവാക്കി. പിന്നെ നമ്മൾ ഈ ഒരു മതിൽ ക്ലീൻ ചെയ്യണം എന്ന് കരുതിയതാണ്. ഞാൻ മുമ്പ് ബ്രഷ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കുന്നുണ്ട്. ഇപ്പം നോക്കിയപ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിലിങ്ങനെ എന്താ പറയുക ചുരണ്ടിയ പോലെ കാണാം അല്ലേ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ പമ്പ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം വിളകി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല, കാരണം പിറ്റേ ദിവസം രാവിലെ തന്നെ കൊടുക്കുകയും വേണം. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മാക്സിമം മുറ്റമൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കണം, അതാണ് മെയിൻ. എന്നാലാണ് മുറ്റത്തിൻ്റെ ആ ഒറിജിനാലിറ്റി, ആ ഇൻ്റർലോക്കിൻ്റെ ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. കുറേയൊക്കെ പെയിൻറ്റ് ഇളകിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും പഴയ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, കുറേ വൃത്തികേട് ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ ഓഫ് ചെയ്തു. ഇനി സാവധാനത്തോടെ ഞാൻ എന്ത് ചെയ്യട്ടെ, മുറ്റം തൂക്കട്ടെ, എന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് കയറണം. അമ്പാടി ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂടൊക്കെ അവൻ്റെ ചേഞ്ച് ആയിട്ടോ. ഇല്ലെങ്കിൽ ഇവിടുന്ന് എന്താ പറയുക, സമാധാനത്തോടെ പാചകം ചെയ്യാൻ സമ്മതിക്കില്ല അവൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. കുറേ പേര് സ്കൂളും ട്യൂഷനോ എവിടെയൊക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നനച്ച് പിന്നെ വെള്ളം എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് വെള്ളം പിടിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ്. എനിക്ക് രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ഒന്ന് വടകര പോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുറ്റത്ത് നമ്മുടെ പുളിയമാവിൻ്റെ ചുവട്ടെന്ന് ചോണനുറുമ്പ് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയാണ് അടിക്കുന്നത്, കാരണം നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ ഇരിച്ചിരിച്ച് കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ മുറ്റം തൂത്തു. അങ്ങനെ ഞാൻ തൂത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ചെടികൾ നനച്ചോ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ചില ചെടികൾക്കൊന്നും ഫുള്ളായിട്ട് വെള്ളം അങ്ങ് എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഞാൻ ബക്കറ്റിലേക്ക് എടുത്തിട്ട് പിന്നെയും ഒന്ന് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുറ്റത്തൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് മുറ്റം തൂക്കലും അതേപോലെ ചെടി നനയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കിച്ചണിലേക്ക് വന്ന് ഞാനിതാ നമ്മുടെ കുക്കർ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇച്ചിരി കായപ്പൊടിയും അതേപോലെ ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി വരണമെങ്കിൽ ഇതൊക്കെ ചേർക്കണം. പിന്നെ ഇച്ചിരി നമ്മുടെ കരുവേപ്പിലയും അതേപോലെ പിന്നെന്തായിരുന്നു നമ്മുടെ മല്ലിച്ചപ്പില്ലേ, അതൊക്കെ ഒന്ന് ഞരണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുകും വറ്റൽ മുളകൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് കൊടുത്തു. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അധികം കുറുക്കിയൊന്നും എടുത്തില്ല, കാരണം ഓൾറെഡി നമ്മൾ സാമ്പാർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇച്ചിരി സമയം വയ്ക്കുമ്പോൾ തന്നെ അത് കുറുകി വരും കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴുക്കൻ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഇഡ്ഡലിക്കൊപ്പം കുറച്ച് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഇന്നലെ അങ്ങോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച കുറച്ച് ബീട്രൂട്ടിൻ്റെ പീസസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ അമ്പാടിക്ക് TV വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് സെൻട്രോളിൽ വന്ന് അപ്പോഴത്തേക്കും തന്നെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ യൂട്യൂബിൽ എന്തൊക്കെയോ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ വെച്ച് എന്തൊക്കെയോ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചണിലൊക്കെ ഇങ്ങനെ ടോയ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചു. അതിന് ശേഷം നമ്മുടെ എന്താ പറയുക ഇഡ്ഡലി സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ സാമ്പാറും കേട്ടോ. പിന്നെയാണെങ്കിൽ ഏട്ടന് ചട്നി ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലിയും ഇതിനൊപ്പം സാമ്പാറും ചട്നിയും വേണം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, എനിക്ക് കുറേ ഐറ്റം വേണമെന്നൊന്നുമില്ല. പിന്നെ അമ്പാടിക്ക് ഞാനിതാ സാമ്പാറും ഇഡ്ഡലി എടുത്ത് കൊടുക്കാമെന്ന് കരുതി. അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചട്നിയും ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അവന് കൊടുക്കാൻ പോവാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കും. പിന്നെ ചില ദിവസങ്ങൾ കളിപ്പിക്കുകയോ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ കാർട്ടൂണൊക്കെ കണ്ട് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ മൈൻഡ് മാറ്റാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ. കാർട്ടൂൺ എന്തെങ്കിലും വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ മുറ്റത്തേക്ക് കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെയാണ്.
എല്ലായ്പ്പം ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അങ്ങനെ അജേട്ടൻ വന്ന് കുളിച്ച് അപ്പോഴത്തേക്കും റീജ ചേച്ചി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടി അവിടെ ജനലിലൂടെ തലയൊക്കെ ഇട്ട് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനുള്ള ഭക്ഷണവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടന് സാമ്പാറും ചട്നിയും മസ്റ്റാണ് ഇഡ്ഡലിക്കൊപ്പം. അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ നമ്മുടെ കുറേ തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് ഇപ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയില്ല. അമ്പാടി ഒരേ കരച്ചിലും ഷാഡിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൂട് പോലെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഓൾറെഡി കാണിച്ചതിൻ്റെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചൂട് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു ചായ കൊടുക്കാമെന്ന് കരുതിയിട്ട് അവനും കൊടുത്തു, പിന്നെ ഞാനും കഴിച്ചു. അങ്ങനെ ഒരു ലോഡ് പാത്രങ്ങളുണ്ട്, സിങ്കിലിരിപ്പുണ്ട്, അതൊക്കെ കഴുകണം. പിന്നെ അലക്കാനുള്ള കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഈ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു കേട്ടോ. 11:30 പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തേക്കും ഞാനിവിടെ ഇറങ്ങി നിൽക്കണം കേട്ടോ വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ ചോറായിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്, പിന്നെന്താ സാമ്പാറും ഉണ്ട് ഓൾറെഡി. പിന്നെ മീൻ എന്തെങ്കിലും മുറിക്കാനുണ്ട്. മീൻ എന്താ അയിലയോ മത്തിയോ അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ എന്താ കല്ലുമക്കായ ഉണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തണുപ്പാറാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പാത്രങ്ങൾ പെട്ടെന്ന് കഴുകിയിട്ട് മീൻ മുറിച്ചിട്ട് പൊരിക്കാനിടണം. എന്നിട്ടൊന്ന് തൂത്ത് വാരണമെന്നുണ്ട് ഫുള്ള് ഫ്ലോറൊക്കെ തന്നെ. അപ്പോൾ ഇന്നലെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു അടുക്കളേൻ്റെ പോർഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ പെയിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുമില്ല, കുറേയൊക്കെ നിലത്തൊക്കെ ഇങ്ങനെ വെള്ളം ഡോട്ടായിട്ട് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. എന്തായാലും ഇപ്പോൾ ഇത് ഇനി മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാൻ നിന്നാൽ നടക്കില്ല. അതുകൊണ്ട് പെയിൻ്റ് അടി മൊത്തം കഴിഞ്ഞിട്ട് വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. എന്നാലും ചെറിയ ഡ്രോപ്പ് ടൈലൊക്കെ ഇങ്ങനെ ഊറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. വെള്ളം കുടിച്ചപ്പോൾ ഒരാശ്വാസം. അപ്പം ഞാൻ പാത്രം കഴിഞ്ഞിട്ട് എന്നിട്ട് മീൻ മുറിക്കണം, അടിച്ച് വരണം. ഇത് ഇനി ഒരു മണിക്കൂറുള്ള അതിനുള്ള ചെയ്ത് തീർത്ത് പെട്ടെന്ന് റെഡിയായി പോകേണ്ടതാണ്. പെട്ടെന്ന് നോക്കട്ടേക്കാം, എത്രത്തോളം ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ചെയ്യണം. അമ്പാടി ഇപ്പോൾ കാർട്ടൂണൊക്കെ കണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് മുടിയൊക്കെ ആറി വരുന്നേ ഉള്ളൂ, അതാണ് ഞാൻ അയച്ചു വെച്ചത് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതേപോലെ ചായയും ചോറും ഒക്കെ ആക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ചായയൊക്കെ കഴിഞ്ഞേ പിന്നെ ഞാനിതാ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തേച്ച് കഴുകുകയാണ്. ഇന്നിപ്പം അമ്പാടി കരച്ചിലും പിച്ചിലൊക്കെ ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് സാധാരണ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട്. ഇന്നിപ്പോൾ അതിന് സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് ഇതേപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ബേസിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ റീസെൻ്റായിട്ട്. ഡിഷ് ഡ്രെയിനർ റാക്ക് അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് എല്ലാ പാത്രങ്ങളും കഴുകി കമത്തി വെച്ചിട്ടുണ്ട് വെള്ളം ഊറാനായിട്ട്. പിന്നെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ പാചകം ചെയ്ത കുറച്ച് പൊടികളും അങ്ങനെയുള്ളതൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നനഞ്ഞ തുണി വെച്ചിട്ട് ഞാൻ ഇതങ്ങനെ തുടച്ച് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും അവിടെയൊക്കെ ഒന്ന് നനഞ്ഞ തുണി വെച്ച് നല്ലപോലെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരുവിധം പാത്രങ്ങളെല്ലാം തന്നെ കഴുകിയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ ബേസ് ഞാൻ വളരെ റീസെൻ്റായിട്ട് മേടിച്ചാണ്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. ഇനി വെള്ളം ഊറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറ്റേണ്ട പാത്രങ്ങൾ നമുക്ക് വേറെ എവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എടുത്ത് വെക്കാം. അല്ലാത്തത് അതിൽ തന്നെ വെച്ചാലും യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് എടുത്ത് എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഞാനിപ്പം പാത്രങ്ങളെല്ലാം തേച്ചും മിനുക്കി വെച്ചതുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചു. ഇതിങ്ങനെ മാറ്റി ഞാൻ ഓരോ സ്ഥലത്തും കൊണ്ടുപോയിക്കും കേട്ടോ. അപ്പോൾ അല്ലാത്ത പക്ഷം ഞാൻ ഇത് വാങ്ങുന്നതിന് മുമ്പേ ആണെങ്കിൽ ഓരോ പാത്രങ്ങളും കഴുകിയിട്ട് വെള്ളം ഊറാനൊക്കെ ഇങ്ങനെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ മൊത്തം ഇങ്ങനെ നിർത്തി വെക്കുമ്പോഴത്തേക്കും എനിക്ക് വേറൊരു സാധനം വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ്. നമ്മളിപ്പം നൈറ്റ് കിടക്കാൻ നേരത്തെ പാത്രങ്ങളെല്ലാം തേച്ച് മിനുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോന്നും ആവശ്യമുള്ളത് എടുത്താൽ മാത്രം മതി. അല്ലാത്ത പക്ഷം ഞാൻ നിർത്തി വെച്ച് അതൊക്കെ രാവിലെ തന്നെ മാറ്റി എന്നിട്ടാണ് നമുക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ അമ്പടി ഉറങ്ങിപ്പോയി കേട്ടോ, കളിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ നോക്കിയിട്ട് എനിക്ക് കാണിക്കാമെന്നൊക്കെ കരുതി. വൈകുന്നേരം നോക്കട്ടെ, എന്നിട്ട് ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ കാണിക്കാമെന്ന് കരുതി. അതാണ് ഇപ്പോൾ കുറഞ്ഞതുകൊണ്ട് നോക്കിയിട്ട് കാണിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെയാണെങ്കിൽ മീൻ മുറിക്കൽ അവിടെ മാറ്റി വെക്കുകയാണ്. കാരണം ഒത്തിരി സമയം അങ്ങ് പോകും.
അപ്പോൾ എനിക്ക് ഓൾറെഡി എന്തായാലും അകമൊക്കെ ഒന്ന് തൂത്തിടണം. എന്തോ ഒരു അസ്വസ്ഥത മനസ്സിനെ. ഇപ്പം ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വെച്ചു മീൻ മുറിക്കാനുള്ളത്, അതായത് അയിലയും മത്തിയും കണ്ടാണുള്ളത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം കല്ലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി മീൻ മുറിക്കാനൊന്നും നിൽക്കുന്നില്ല, സമയമായിട്ട് 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കല്ലിലേക്ക് പൊരിക്കാനിട്ടിട്ട് അകമൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ടിട്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഒരു 11:30 ഇപ്പോൾ 10:30 കഴിഞ്ഞു. അപ്പോൾ 11:30 ഒരു 1 അവറിൻ്റെ ഉള്ളിൽ അടിച്ചു വാരി ഇവിടെ ഒക്കെ ഒന്ന് മിനുക്കി കല്ലുമക്കായും പൊരിച്ച് എന്നിട്ട് വേണം എനിക്ക് നേരെ വടകര പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം ഇത് പൊരിക്കാനിടാം കേട്ടോ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമുക്ക് കല്ലുമക്കായ പൊരിക്കാം. എൻ്റെ കിച്ചണിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇതേപോലെ പുതിയ സാധനങ്ങൾ എന്തൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിംഗ് ചെയ്യാനായിട്ട്. അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഓളത്തിൽ അങ്ങ് പോയിക്കോളും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പുതിയ പാത്രങ്ങളോ പുതിയ ബേസിനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും പുതിയൊന്ന് കിട്ടിയാൽ മതി. നമുക്കൊരു ഒരു ഒരു രസമാണ് അത് എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കല്ലുമക്കായിൽ നമ്മളെ ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ചേർത്ത് നല്ലപോലെ മസാലയൊക്കെ യോജിപ്പിച്ചതിന് ശേഷം പാനിലേക്ക് ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ അകമൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുവാണ്. എന്നിട്ട് മുകളിൽ പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സമയം 11:10 അങ്ങനെയൊക്കെ അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടു. സമാധാനമായി. കിച്ചൺ മാത്രമേ തുടച്ചുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അമ്പാടി എഴുന്നേറ്റു. അവനെ എടുത്ത് നടക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 11:30 ആകുന്നപ്പോഴത്തേക്ക് അവരെത്തുന്നപ്പോഴത്തേക്കും എനിക്ക് റെഡി ആവണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്പാടിൻ്റെ മൂഡ് ശരിയില്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.